ഹലോ ഡേ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഫിനിഷിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഫിസിക്സ് പഠിക്കുമ്പോൾ അതുപോലെ കെമിസ്ട്രിയിലും മാത്സിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള മാത്സ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് കണ്ടിട്ട് വേണം നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരാൻ. കാരണം ഓഫ്ലൈൻ ക്ലാസ്സിൽ ഫിസിക്സിലെ ചാപ്റ്ററുകളിലൊക്കെ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസിൽ നിങ്ങൾക്കിത് ആവശ്യം വരും. പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത് മുഴുവനായിട്ട് ഇപ്പം പഠിച്ച് കളയാം, ഇപ്പം ഇതിൽ AP, GP, ലോഗ്, ആൻറ്റി ലോഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഒരു മാത്സ് ക്ലാസ് കേൾക്കുന്ന ഫീല് വരും. ഞാൻ ഫിസിക്സ് എൻ്റെ ടീച്ചറാണെങ്കിലും ഞാൻ മാത്സ് ക്ലാസ് എടുക്കുന്ന ഒരു ഫീല് വരും. അതിപ്പം പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ഒന്നിച്ച് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു കണക്ഷൻ കിട്ടില്ല. പക്ഷേ ഇത് പല സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഭയങ്കര പരിചിതമാവും. അപ്പോൾ ഇതിൽ ടെൻഷൻ അടിക്കാതെ ഭയങ്കര ഫ്രീ ആയി ബോർഡ് എക്സാം എല്ലാം കഴിഞ്ഞ് നിങ്ങൾ അതിൻ്റെ ഭയങ്കര പ്രഷറിൽ അതിപ്പോൾ റിലീവ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര കൂളായിട്ട് നിങ്ങൾ ഈ ഒരു സമയം വെറുതെ ഇതൊന്ന് കണ്ടു തീർത്താൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഭൂരിഭാഗവും. നമ്മളൊന്നത് ബ്രഷ് ചെയ്യാണ്. എന്നാലേ നമ്മൾ ഒരു മാസം ഇൻറ്റൻസീവായിട്ട് പഠിക്കാൻ പോകുമ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും പല സ്ഥലങ്ങളിൽ നമുക്കൊരു കണക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ബേസിക് ഓൾജിബ്രയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം കണ്ടാൽ ചില നന്നായി പഠിക്കുന്ന ആൾക്കാരെല്ലാം ഓടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെറുതെ കണ്ടാൽ മതി, ഇതെല്ലാം പഠിച്ചിട്ടല്ലടോ ഞങ്ങൾക്ക് ബോർഡ് എക്സാമിലൊക്കെ നല്ല മാർക്ക് കിട്ടിയത് അല്ലേ, ഞങ്ങൾക്ക് അറിയാം. ഇനി ഞാൻ പറയുന്നേ ഇല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് പറയുന്ന പോലെ ഈ ബേസിക് മാത്സ് ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പോകുന്നതാണ്. അപ്പം ഭയങ്കര പ്രയാസമുള്ളവർ ഇത് ഇരുന്ന് കണ്ടതിന് ശേഷമാണ് ഫിസിക്സിൻ്റെ ചാപ്റ്ററുകളൊക്കെ പഠിച്ചു തുടങ്ങേണ്ടത്. ഓക്കെ, ഒന്ന് ഫ്രാക്ഷൻ ആൻഡ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ A/B/C അല്ലേ, ഒരു സംഖ്യേനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ AB/C ഒന്നുകൂടി ഇടപെട്ട് പറഞ്ഞോട്ടെ. ഇതെല്ലാം കണ്ട് ഇതിൽ മുഴുവൻ ഇങ്ങനത്താണെന്ന് വിചാരിക്കരുത്. ഇതിൽ കുറച്ചും കൂടിയൊക്കെ രസകരമായിട്ടുള്ള നല്ല ട്രിക്കുകൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനല്ലേ എൻട്രൻസ് എക്സാമിന് ഉണ്ടാവുക, ഏത് എൻട്രൻസ് എക്സാമിനും. അപ്പോൾ ഓപ്ഷനിലൊക്കെ നോക്കി ചെറിയ ചെറിയ കാൽക്കുലേഷൻസിലൂടെ, അപ്രോക്സിമേഷൻസിലൂടെയൊക്കെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ ട്രിക്കുകളും കാര്യങ്ങളും ഇതിനകത്ത് ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു ബേസിക് മാത്സ്. ഓക്കെ, നോക്കൂ, A/B × C/D എങ്ങനെയാണ് ചെയ്യുന്നത്? A/C B/D അല്ലേ? ഇതായിരിക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉള്ള ഒരു സാധനം. എന്താ? A/B/C/D. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? A/B/C/D എന്ന് വരുമ്പോൾ D/C ചെയ്താൽ മതി. താഴെയുള്ള ആളെ തിരിക്കുക. C/D തിരിച്ചാൽ എന്താ കിട്ടുക? D/C ആ കിട്ടുക. അങ്ങനെയാണ് നമുക്ക് AD/BC കിട്ടുന്നത്. AD/BC കിട്ടുന്നത്. പിന്നെ A/B + C/D ആണെങ്കിലും ഞാൻ എഴുതാം. A/B + C/D ആണെങ്കിലും A/B - C/D ആണെങ്കിലും ഒരേ ഫോർമാറ്റാണ്. A/D + B/C/BD എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഇങ്ങനെ ഗുണിക്കുക, അപ്പോൾ AD കിട്ടും. മൈനസ് ആണ് വരിക, BC/BD എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ, ഞങ്ങൾക്ക് അറിയാം. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. താഴെ പിന്നെ ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. ഇതൊക്കെ അറിയാടെ അല്ലേ? നമ്മളത് പറയുന്നില്ല എന്ന് പറഞ്ഞു. അറിയാമെങ്കിലും അറിയാത്ത പോലെ പറയാമെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 40 / 1/4? എന്താ? 40ന്റെ 1/4 എന്താണെന്നാണോ ചോദിച്ചത്? പെട്ടെന്ന് നമ്മൾ 10 ആണ് ആൻസർ എന്ന് വിചാരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? 10 അല്ല കേട്ടോ ആൻസർ. ചോദിച്ചത് എന്താ? 40നെ ഡിവൈഡഡ് ബൈ 1/4 എന്നാണ് പറഞ്ഞത്. 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം എന്താ വരിക? 40 × 4/1 എന്നാണ് വരിക. താഴെയുള്ള ആളെ നമ്മൾ തിരിച്ച് കയറ്റി അല്ലേ? അപ്പം ആൻസർ 4 × 4 160. റെഡി അല്ലേ? ഞാൻ ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. അറിയാമെങ്കിലും ക്ലാസ് ഭയങ്കര കോൺസെൻട്രേഷനോടുകൂടി എന്നാൽ കൂളായിട്ട് കേൾക്കണേ. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ള ധാരണയിൽ നമ്മൾ പലതും വിട്ടു പോകുമ്പോൾ ചെറിയ എന്തെങ്കിലും കാര്യത്തിൽ നിന്നായിരിക്കും നമുക്ക് എക്സാമിന് മിസ്സിങ് ഉണ്ടാകുക. അപ്പം നിങ്ങൾ ഈ ഇത് മുഴുവനായിട്ട് കാണണേ. അപ്പോൾ 160 എന്ന് കിട്ടും. മനസ്സിലായി? ഞാൻ ഇത്ര എളുപ്പമുള്ള ഭാഗങ്ങളാണ് തുടക്കത്തിൽ നിന്നുള്ളതാണ് ഇത് പിന്നെ പറയുന്നത് കേട്ടോ. 160 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഉണ്ടോ? 160 ഉണ്ട്. പെട്ടെന്ന് നമ്മൾ വിചാരിച്ചെന്താ 40ന്റെ 4/1 എന്നാണ്. അല്ല, 40/1/4 ആണ്. റെഡി അല്ലേ? ഇനി ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ഇതിൽ ഇട്ടതാണ്. എന്നാൽ നമ്മൾ തുടങ്ങുമല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തുതരാം. X -3 ആണ്, Y 2 ആണ്, Z -5 ആണ്. എങ്കിൽ X - Y എത്ര? അയ്യോ, കുറക്കാനൊക്കെ പഠിപ്പിക്കലായോ? പെട്ടെന്ന് ചെയ്യാം അല്ലേ? -3 - Y. -Y എന്ന് പറഞ്ഞാൽ -2 ആണല്ലേ?
മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ -3 - 2 -5 ആണ് കിട്ടുക അല്ലേ. -3 -2 ഓൾറെഡി -3 ആണ്, അതിന് 2 മൈനസ് കൂടി പോയി. അപ്പോൾ -5. എക്സ് പ്ലസ് വൈ -3 + 2 ആണ് കിട്ടുന്നത്. -3ലേക്ക് 2 പ്ലസ് വന്നു, അപ്പോൾ അവിടെ -1 ഉള്ളൂ. ഈ മൈനസ് കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ്. എന്തെങ്കിലും സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ്. Z - y എത്രയാ? Z -5 ആണ്. -y 2 ആണ്. -5 - 2 -7 ഓൾറെഡി -5 അതിലേക്ക് 2 മൈനസ് കൂടി 2 വന്ന്, അപ്പോൾ -7. Z - x ബോറടിക്കുന്നത്. Z - x -5 - -3 അപ്പോൾ -5 + 3 -5 + 3 അല്ലേ. മൈനസ് പ്ലസ് ആവുമല്ലോ. -5 + 3 റെഡി അല്ലേ. അപ്പോൾ ആൻസർ എന്താ വരിക? -5ഉം അതിലേക്ക് 3 പോസിറ്റീവും, അവിടെ -2 ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ. -5 + 3 -2. -z -y -5 ആണ് -z. നോ ഓൾറെഡി -5 ആണ് z. അതിനൊരു മൈനസ് കൂടി ഉണ്ട്. നോക്കൂ, z ആണ് -5, ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇനി എന്താ ഉള്ളത് ഇക്വേഷനിൽ? -y y 2 ആണ്. മൈനസ് പ്ലസ് ആയി. അപ്പോൾ 5 - 2 3 ആണ് കിട്ടുക അല്ലേ. കറക്റ്റ് അല്ലേ. -z എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഓൾറെഡി z -5 അതിന്റെ മൈനസ് എടുക്കുമ്പോൾ +5 കിട്ടുക. ആ +5 2 കുറക്കാനാണ് പറഞ്ഞത്, 3 ആണ്. ക്ലിയർ ആണല്ലോ. x/y -z ആണ് അടുത്തത്. കേൾക്കുന്നില്ലേ? x/y ആരാ? x പറഞ്ഞാൽ -3 ആണ്. y എന്ന് പറഞ്ഞാൽ 2 ആണ്. മൈനസ് z ആരാ? z -5 ആണ്. ഓൾറെഡി സെഡിന്റെ മൈനസ് ആണ് ഈ മൈനസ് അല്ലേ. ഒരു മൈനസ് പാളി. എനിക്ക് പാളുന്നുണ്ടോ? നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. -3/2 + 5 എന്ന് കിട്ടും. -3/2 + 5. ഇനി എന്താ ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 എന്ന് പറഞ്ഞാൽ 5/1 ആണ്. വേണമെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് അങ്ങനെ ഇടാം. 6 എന്ന് പറഞ്ഞാൽ 6/1 ആണ്. 7 എന്ന് പറഞ്ഞാൽ 7/1 ആണ് അല്ലേ. ഇനി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. -3 × 1 + 2 × 5 / 2 × 1 വരും. നമ്മൾ നേരത്തെ പഠിച്ച റൂളില്ലേ. അപ്പോൾ -3 × 1 എത്രയാ? -3 + 2 × 5 എത്രയാ? 10 / 2. 10 - 3 എന്ന് പറഞ്ഞാൽ 7/2 ആണ് ആൻസർ കിട്ടുക. 7/2. ക്ലിയർ അല്ലേ. അപ്പോൾ x/y -z ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി x/z - y ഈ രണ്ടും കൂടെ ഹോംവർക്ക് ആയിട്ടൊന്നും ചെയ്യണേ. ഇത് രണ്ടും കൂടെ ചെയ്ത് നോക്കണേ. ഇപ്പൊ നമ്മൾ ആ മോഡൽ കുറെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തുന്നത്. റെഡി അല്ലേ? എന്താണ് LCM എന്ന് പറയാൻ പോവാണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 8ാം ക്ലാസ് പഠിച്ചാണെന്ന് തോന്നുന്നു അല്ലേ. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചേക്കും. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 4, 6 2 സംഖ്യകളല്ലേ. ഇവരുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആ ഇംഗ്ലീഷ് വേർഡ് തന്നെ ഉണ്ടാകും. എന്താണ് ലീസ്റ്റ് ആയിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ? രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന മൾട്ടിപ്പിളുകൾ ഏതൊക്കെയാണ്? ഇതിന്റെ രണ്ടിന്റെയും മൾട്ടിപ്പിളുകൾ ഏതൊക്കെയാ? 4ന്റെ മൾട്ടിപ്പിൾ 4 തന്നെയാണ് ഒന്ന്. 6ന്റെ മൾട്ടിപ്പിൾ 6 തന്നെയാണ്. 4ന്റെ അടുത്ത മൾട്ടിപ്പിൾ 8, 12, 16, 20, 24 ആണ്. 6ന്റെ മൾട്ടിപ്പിളുകൾ 6, 12, 18, 24, 1 6, 6, 2 6, 12 അല്ലേ. പണ്ട് ഗുണനപ്പട്ടി പഠിച്ച ഓർമ്മയില്ലേ? അങ്ങനെ ഇതിൽ നോക്കേ, ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്ന കോമൺ ആൾ ആരാ? 4 ആണോ? ഇല്ല, 4 ഇവിടെ ഇല്ലല്ലോ. 8 ആണ്. 8 ഇവിടെ ഇല്ലല്ലോ. 12 ആണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ആള്. സ്വർണ്ണോ. അപ്പൊ ഇവരുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 12 ആണ്. നമ്മളൊരു രീതി ഉണ്ടായിരുന്നല്ലേ കണ്ടുപിടിക്കാൻ. ഇങ്ങനല്ലേ, 4ഉം 6ഉം 2 കൊണ്ട് പോവും. അപ്പോൾ 2 2 4. പിന്നെയോ ഇത് 3. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിനെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും നമ്മൾ? എങ്ങനെ? 2 × 2 × 3. 2 2 4, 4 3 12. ഇതാണ് LCM. ഫിസിക്സിൽ ഭയങ്കര ആവശ്യമൊന്നും വരില്ല. ഫിസിക്സിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഞാൻ ഇതൊന്നും ഭയങ്കര വായിച്ച സമയം കളയുന്നൊന്നുമില്ല കേട്ടോ. ഇവരിവിടെ 8ഉം 12 എടുത്തിരിക്കുന്നു. അതിന് രണ്ടിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ മനസ്സിലായോ? കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിനെയും ഗുണിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഗുണിക്കല്ല, ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. 8നെയും 12നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ 2 അല്ല ആൻസർ. കാരണം അത് ലീസ്റ്റാ. ഏറ്റവും ഹയസ്റ്റ് ഏതാണ് നോക്കേണ്ടത്? ഹയസ്റ്റ് നോക്കുമ്പോൾ 4 ആയിരിക്കും. കാരണം 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വേറെ ഒരു സംഖ്യയാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8നെ ഇല്ല. 6 കൊണ്ട് പറ്റുമോ? ഇല്ല. 8നെ 8 കൊണ്ട് പറ്റും, പക്ഷെ 12നെ 8 കൊണ്ട് പറ്റില്ല. 2നെയും പറ്റണം. 2നെയും പറ്റുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള 2നും പറ്റുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്നാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ.
അപ്പം 4 ആണ് ആൻസർ അല്ലേ. 8 and 12 will be 4 because the highest number that can be divided both 8 and 12 is 4. അപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇതിൽ ഭയങ്കര എളുപ്പമാണ്, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പിന്നെ കുറച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ. SSS ഇതെന്താ വായിക്കൽ ഭയങ്കര ചെറുതാണ്. കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും വായിക്കുന്നത് ഒരു സ്പാനിഷ് വേടാന്ന് തോന്നുന്നത്. ആ റൂൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങളിൽ നല്ല എളുപ്പം കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പ്രോബ്ലം കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചെയ്തു വരുമ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ലേ, അത് ചെയ്തു വരുമ്പോൾ C1 + C2 by C1 - C2 which is equal to 5/4 എന്ന് കിട്ടി. എന്താണ് കിട്ടിയത്? ഇത് ഞാൻ തന്നതാട്ടോ, നിങ്ങൾക്ക് ഇപ്പോൾ അറിയണമെന്നില്ല. നമ്മൾ പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഒക്കെ വിശദമായിട്ട് എടുക്കും. C1 + C2 divided by C1 - C2 equal to 5/4 എന്ന് കിട്ടി. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് C1/C2 എന്താണെന്നാണ് ചോദ്യം. നമുക്ക് രണ്ട് രൂപത്തിൽ ഇത് സോൾവ് ചെയ്യാം. എങ്ങനെ? ഇതിനോട് ഇങ്ങോട്ട് ഗുണിക്കുക, ഇതിനെ കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കുക, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്യാം. അല്ലാതെ ഈ റൂൾ ഉപയോഗിച്ച് കുറച്ചുകൂടി ഈസി ആയി സോൾവ് ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? ഈ റൂൾ എന്താന്ന് പറയാം, ശ്രദ്ധിച്ചോ. A/B = C/D ആണെന്ന് വിചാരിക്കുക. എയും ബി ഒക്കെ ഏതോ ആൾക്കാരാണ്, സിയും ഡി ഒക്കെ ഏതോ ആൾക്കാരാണ്. A/B = C/D ആണെന്ന് വിചാരിക്കുക. എങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, A+B/A-B C+D/C-D ആയിരിക്കും. A+B/A-B C+D/C-D ആയിരിക്കും. ഇതാണ് ഈ റൂളിന്റെ ഒരു ഭാഗം. ഇനി റൂളിന്റെ വേറൊരു ഭാഗം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ റൂളിന്റെ മറ്റൊരു ഭാഗം ശ്രദ്ധിച്ചോ. A+B/A-B = C/D ആണെങ്കിൽ, ഓക്കെ, A+B/A-B = C/D ആണെങ്കിൽ A/B എന്ന് പറയുന്നത് C+D/C-D ആയിരിക്കും. ഈ റൂൾ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ സമയമെടുക്കും, പക്ഷെ ഞാനത് എക്സാമ്പിൾ ആദ്യം തന്നെ കൊണ്ടുവച്ചത് അതിന് വേണ്ടിയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യാം. A+B/A-B = C/D ആണെങ്കിൽ, A+B/A-B = C/D ആണെങ്കിൽ A/B = C+D/C-D ആയിരിക്കും. ഇങ്ങനെ ഒരു റൂള് പറയാം. ഇനി അതല്ല, A/B = C/D ആണെങ്കിൽ ഇങ്ങനെ ഒരു റൂളും പറയാം. അപ്പോൾ രണ്ട് റൂളാണ് ഞാൻ അവിടെ അവതരിപ്പിച്ചത്. സെറ്റാണെന്ന് പറഞ്ഞേ. A/B = C/D അങ്ങനെയാണെങ്കിൽ A+B/A-B C+D/C-D ആയിരിക്കും. A+B/A-B വെറും C/D ആണെങ്കിൽ A/B പറയുന്നത് C+D/C-D ആയിരിക്കും. ഇത് നമ്മളിങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ഒക്കെ ചെയ്ത് ആൻസർ കിട്ടിക്കൊണ്ടിരുന്ന സെയിം ആൻസർ ഈ രണ്ട് റൂൾ അപ്ലൈ ചെയ്താൽ കിട്ടും. നോക്കിക്കോ, സ്പീഡ് കൂടുന്നില്ലല്ലോ, നോക്കിക്കോ, സിമ്പിളാണ്. C1 + C2 / C1 - C2 = 5/4 എന്ന് കിട്ടിയില്ലേ? കിട്ടി, തന്നു, ക്വസ്റ്റ്യൻ തന്നു. C1/C2 അല്ലേ ചോദിക്കണത്? നോക്ക്, ഏത് റൂളാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യണത്? ഈ റൂള് ഞാൻ അവിടെ അപ്ലൈ ചെയ്യാണെന്ന് വിചാരിച്ചോ. A+B/A-B അതാണല്ലോ ഈ സാധനം, ആണല്ലോ = C/D 5/4 തന്നത്. ഇനി എന്നോട് കാണാൻ ചോദിച്ചത് A/B ആണ്, C1/C2. എയും ബിയും C1ഉം C2 അല്ലേ? അപ്പൊ എന്താ C1 C2 കാണാൻ ചെയ്യുക? C1/C2 എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറ. അത് 5 + 4 / 5 - 4 ആയിരിക്കും. ആൻസർ 9/1, ആൻസർ 9 ആയിരിക്കും. ചില ആൾക്കാർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഞാൻ ആ എക്സാമ്പിള് അല്ലാത്ത രീതിയിൽ ഒന്ന് ചെയ്ത് 9 കിട്ടുന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ, ശ്രദ്ധിച്ചോട്ടോ. C1 + C2 / C1 - C2 = 5/4 എന്നല്ലേ തന്നത്? ഒന്ന് ക്രോസ് ചെയ്തേ. ക്രോസ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ 4നെ എടുത്ത് ഇങ്ങോട്ട് ഗുണിച്ചേ. അങ്ങോട്ട് ഗുണിക്കുമ്പോൾ 4C1 + 4C2 എന്ന് കിട്ടും. അതിന് 2 4 ഇതിലും വരും ഇതിലും വരും അല്ലേ? ടോട്ടൽ ടേമിനെ കൊണ്ടല്ലേ ഗുണിക്കണത്. = 5C1 - 5C2 അല്ലേ? 5 രണ്ടിലും വരും. സെറ്റാണേ. ഇനി ആ 5C1 അവിടെ നിന്നോട്ടെ, 4C1 അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോ. അപ്പോൾ എന്താ കിട്ടുക? 4C1ഉം 5C1ഉം 9C1 കിട്ടും അപ്പുറത്ത്. അല്ല, ഐ എം സോറി, കാരണം 4C1 അപ്പുറത്തെത്തുമ്പോൾ മൈനസ് ആവുമല്ലോ, ഇപ്പുറത്തുള്ള പ്ലസ് അപ്പുറത്തെത്തുമ്പോൾ മൈനസ് ആവില്ല. അപ്പോൾ 5C1 4C1 പോയാൽ C1 = ഇതാരാ? 4C2 ആണ്. ഓക്കെ, -5C2 ഇപ്പുറത്ത് വാ. അപ്പൊ എന്താ കിട്ടുക? -5C2 ഇപ്പുറത്ത് വന്ന് എന്താ കിട്ടുക? 9C2 എന്നാണ് കിട്ടുക. യെസ് ഓർ നോ? 9C2 എന്നാണ് കിട്ടുക. -5 ഇവിടുത്തെ പ്ലസ് ആവും, +5ഉം +4ഉം +9. നോക്കൂ, ആൻസർ എന്താ? C1/C2 ആണ് ചോദിച്ചത്. ആൻസർ ഈസ് 9. എനിക്കിവിടെ എൻ്റെ കോമ്പണന്റോ ഡിവിഡൻഡോ
അതിലൊന്നും കാര്യമില്ല, പേരിലല്ല കാര്യം അല്ലേ. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി ആയിരിക്കും. ഈ റൂൾ അല്ല കേട്ടോ ഞാൻ ഇവിടെ ഉപയോഗിച്ചത്, ഞാൻ ഈ റൂളാണ് ഉപയോഗിച്ചത്. ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന തന്നെയാണ് ഇത്. എന്താ റൂള്? എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ ബൈ ബി എന്ന് പറയുന്നത് സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി ആയിരിക്കും. കൺഫ്യൂഷൻ ആയില്ലല്ലോ? ഞാൻ വിശദമായി എക്സാമ്പിൾ എടുത്ത് വിശദീകരിച്ചില്ലേ? ഓക്കെ അല്ലേ? ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത് സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബ്സ്, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇതൊന്നും അറിയാത്ത ആരും ഇല്ല എന്ന് എല്ലാവരും പറയും. ശരിയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയാനുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം. 2 × 2 എത്രയാ? 4 ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ 2 സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. 2 സ്ക്വയർ ആണ് 4. അപ്പം ആക്ച്വലി 2 പറഞ്ഞാൽ ആരാണ്? അത് 4 റേസ് ടു 1/2 ആണ്. ഹലോ, ഇതിൻ്റെ റേസ് ടു 1/2 എന്ന അർത്ഥം, റേസ് ടു 1/2 എന്നാൽ റൂട്ട് എടുക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ √4 എന്ന് കിട്ടും. ക്ലിയർ ആണേ? √4 എന്ന് കിട്ടും. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ √4 ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, 2 × 2 × 2 അതല്ലേ 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ് 8. അപ്പം 2 എന്ന് പറഞ്ഞാൽ ആരാ? അത് 8 റേസ് ടു 1/3 ആണ്. അപ്പോൾ ഇവിടെ ഉള്ള ഈ ആൾ അപ്പുറത്ത് പോകുമ്പോൾ എന്താവുന്നുണ്ട്? റേസ് ടു 1/, ആവുന്നുണ്ട് അല്ലേ? റേസ് ടു 1/, ആവുന്നുണ്ട്. അത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 2 റേസ് ടു 1/3 എടുക്കുമ്പോഴാണ് 3 വെട്ടി പോവുക. നമ്മൾ എക്സ്പോണൻസ് ഇനി പറയുന്നുണ്ട്, അപ്പോൾ പറയാം. അപ്പോൾ ഇവിടെ റേസ് ടു 1/3 എടുക്കുമ്പോൾ ഇവിടെ റേസ് ടു 1/3 എടുക്കണം. അങ്ങനെയാണ് 8 റേസ് ടു 1/3. അതിൻ്റെ അർത്ഥം എന്താ? 2 എന്ന് പറയുന്നത് 8ൻ്റെ ക്യൂബ് റൂട്ടാണ്. ഓക്കെ അല്ലേ? 8ൻ്റെ ക്യൂബ് റൂട്ടാണ്. ഇത് 4ൻ്റെ ഇതാ ഇവിടെ 2 ഇങ്ങനെ ഇട്ടാൽ നല്ലതാണ്, നമ്മളെപ്പോഴും ഇടൂല. ഇത് സ്ക്വയർ റൂട്ടൊക്കെ നമ്മൾ വെറുതെ ഇട്ടാൽ തന്നെ സ്ക്വയർ റൂട്ട് എന്നാൽ വായിക്കുക. പക്ഷേ ക്യൂബ് റൂട്ട് ആണെങ്കിൽ ഇവിടെ 3 ഇടൽ നിർബന്ധമാണ്, എന്നാലല്ലേ ക്യൂബ് റൂട്ട് ആണെന്ന് മനസ്സിലാവും. ഇത് സ്ക്വയർ റൂട്ട് ആണെന്ന് ജസ്റ്റ് റൂട്ട് ഇട്ടാൽ സ്ക്വയർ റൂട്ട് എന്നർത്ഥം. ഇങ്ങനെ ഇടുമ്പോൾ ഇവിടെ വൃത്തിക്ക് 3 എഴുതണം. അപ്പം 8ൻ്റെ 8 എന്ന് പറയുന്നത് അതിൻ്റെ ക്യൂബ് റൂട്ടാണ് 2. 3 തവണ മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുക. അതായത് 8ൻ്റെ ക്യൂബ് റൂട്ടാണ് 2. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബേസിക്കായി ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണത് നല്ലതാണ്. എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. √1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. √2 എന്ന് പറഞ്ഞാൽ അത് 1.414 ആണ് എൻ്റെ വാല്യൂ. √3ൻ്റെ വാല്യൂ 1.73 അല്ലേ? 1.73. √4 നിങ്ങൾക്ക് അറിയുന്ന പോലെ 2 ആണ്. √5 2.24 ആണ്. √5 2.24 ആണ്. ക്ലിയർ അല്ലേ? ഇപ്പം ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്രയാണ് √2ൻ്റെ സ്ക്വയർ? അപ്പോൾ √2 × √2 വരും. അപ്പോൾ ടോട്ടൽ √8 2 × 2 എഴുതേണ്ടി വരും. അപ്പോൾ ആൻസർ √4 വരും. എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അതായത് ഒരു സംഖ്യൻ്റെ റൂട്ട് 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് പോയി പോകും. ഇപ്പോൾ √3 × √3 എത്ര ആയിരിക്കും? അപ്പോൾ 3. √3 × √3 3 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്കറിയാം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഇനി അറിയാറിയോ പറയില്ല, ഞാൻ കുറേ നേരമായി പറയില്ല എന്ന് പറയുന്നത്. അറിയുമെങ്കിലും കേൾക്കുക. ഇപ്പോൾ ഞാനൊരു പ്രോബ്ലം കൂടി ഇവിടെ ജസ്റ്റ് ഇടുന്നതാണ്. 4 ഡിവൈഡഡ് ബൈ √2 എത്ര ആയിരിക്കും? 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആണല്ലേ, ഡിവൈഡഡ് ബൈ √2. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 എന്ന് പറഞ്ഞാൽ ആരാ? അത് √2 × √2 ആണ്. ഇൻറ്റു 2 അവിടെ വേറെ വരും, ഡിവൈഡഡ് ബൈ √2 വരും. ഇപ്പോഴെൻ്റെ തല പറയുന്നുണ്ട്, പ്രശ്നമില്ല. ആ √2 വെട്ടിക്കളഞ്ഞാൽ നമുക്ക് 2√2 ആണ് ആൻസർ കിട്ടുക. അപ്പം ഞാൻ പറയണത് ഭയങ്കര സിമ്പിളായിട്ട് സ്ക്വയേഴ്സും ക്യൂബ്സിൻ്റെ ഒക്കെ ഐഡിയ നമ്മൾ ജസ്റ്റ് വിശദീകരിച്ചു, അത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും അറിയാം, പക്ഷേ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്കൊരു 3 ചോദ്യങ്ങൾ ഇവിടെ ചെയ്തു വെക്കാം. ഇങ്ങനൊരു ബേസാണിത്. √50 + √50 എത്രയാണ്? എന്താണ് a+a എന്ന് പറഞ്ഞാൽ? അത് 2a ആണ്. അത് √50 + √50 എത്രയായിരിക്കും? അത് 2√50 ആയിരിക്കും അല്ലേ? √50നെ a-എന്നോ b-എന്നോ എന്തെങ്കിലും എടുത്താൽ അത് 2 തവണ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? 2√50 കിട്ടുക. അതാണ് √50 + √50. ഈ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ 2 × 50 എന്ന് പറഞ്ഞാൽ 5 × 5 × 2 ആണ് അല്ലേ? 5 × 5 25 × 2. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 5 × 5ൻ്റെ റൂട്ട് എടുത്ത് എന്താ കിട്ടുക? അതായത് 5 സ്ക്വയറിൻ്റെ റൂട്ട്, സ്ക്വയറും റൂട്ടും വെട്ടി പോകും. അപ്പോൾ അവിടെ ആൻസർ ബാക്കി ഉണ്ടാവുക 5 × 5ൻ്റെ റൂട്ട് എടുത്താൽ ഒരു 5 പുറത്ത് വരും. അപ്പോൾ 2 × 5 × ഉള്ളിൽ √2 മാത്രം. അപ്പോൾ ആൻസർ 10√2 ആണ് കിട്ടുക. വേണമെങ്കിൽ 10 × 1.414 കൊടുക്കുക, 14.14 ആണ് അതിൻ്റെ ആൻസർ കിട്ടുക. എ ക്വസ്റ്റ്യൻ ആൻസറായി. ഇനി ബി ചെയ്ത് നോക്കാം. ബി എന്ന് പറഞ്ഞാൽ √18 + √18 അല്ലേ? √18 എന്ന് പറഞ്ഞാൽ എന്തുവാ? √80 എന്ന് പറഞ്ഞാൽ √9 × 2 ആണ്.
ഓ അടുത്തത് √8 ആണല്ലേ, √18 അല്ല. √8 എന്ന് പറഞ്ഞാൽ √4 × 2 ആണ്. √9 × 2 √4 × 2. ഓക്കെ. √9 എന്ന് പറഞ്ഞാൽ 3 ആ, അപ്പോൾ 3√2. അപ്പുറത്ത് √4 എന്ന് പറഞ്ഞാൽ എന്താ 2 ആ, അപ്പോൾ 2√2. രണ്ടിലും കോമൺ ആയിട്ട് √2 ഉണ്ട്. അപ്പോൾ √2നെ കോമൺ ആയി പുറത്തെടുക്കുക. അപ്പോൾ എന്താ വരിക, 3 + 2 വരും അല്ലേ. 3 + 2 5 ആണ്. അപ്പോൾ ആൻസർ 5√2 ആണ് കിട്ടുക, 5√2. അപ്പോൾ നമുക്ക് ബി ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുണ്ട്. എന്താ കിട്ടിയത്, 5√2 കിട്ടിയിട്ടുണ്ട്, 5√2 ബി ക്വസ്റ്റ്യൻ ആൻസർ. അങ്ങനെയാണെങ്കിൽ സി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. -125ന്റെ ക്യൂബ് റൂട്ട് എന്താണ് ചോദ്യം. ഇത് ഭയങ്കര സിമ്പിളാണ്. കാരണം മൈനസ് വന്നാൽ അത് അവിടെ നിർത്തണ്ട, പുറത്തെടുത്താൽ മതി. മൈനസ് പുറത്തെടുത്തു, മൈനസ് റൂട്ടിൻ്റെ ഉള്ളിൽ 125. ഓക്കെ. ക്യൂബ് റൂട്ടാണേ. 5ന്റെ ക്യൂബ് റൂട്ടാണ്, അല്ലെങ്കിൽ 5ന്റെ ക്യൂബ് എടുത്താൽ 125 കിട്ടുക. 5ന്റെ സ്ക്വയർ 25, അതിനെ × 5 ചെയ്താൽ 125 കിട്ടുക. അപ്പോൾ ഇവിടെ ആൻസർ 5 ആണ് വരിക. ഇതിൻ്റെ ആൻസർ 5 ആണ് വരിക. റെഡിയല്ലേ? 5 ആണ് വരിക. √125, 5 × 5 × 5 ആണ് 125. മൈനസ് പുറത്തെടുക്കണമെന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു ചോദ്യം ഇട്ടത്. അറേഞ്ച് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ എന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് നമുക്കൊരു നോളജ് ഉണ്ടാകാൻ വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഇതിൽ നമുക്ക് 1, √2, √3 ഒക്കെ നമുക്ക് അറിയാലോ. 1 1, √2 പറഞ്ഞാൽ 1.414, √3 പറഞ്ഞാൽ 1.773. അടുത്തത് പിന്നെ ആരായിരുന്നു, അടുത്തത് 2 ആണ്, 2. അടുത്തത് 3, അടുത്തത് 4. പൈ എന്ന് പറഞ്ഞാൽ എത്രയാ, 3.14 ആ, 3.14 ആണ് അടുത്ത് അല്ലേ. ഇ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ അല്ലേ, അതായത് ഇൻ്റെ വാല്യൂ എന്ന് പഠിച്ചു വെച്ചാൽ 2.7 ആണ്. ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് 2.7. ഇതിൽ വെറുതെ ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതിയേ. ഇത് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ആളുകൾ ഇവരാണ്, അവർ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ ആദ്യം 1 തന്നെ. ഓക്കെ. പിന്നെ √2, കാരണം 1.414 ആണല്ലോ. പിന്നെ √3, അതും കുഴപ്പമില്ല, √3 1.7 ആണല്ലോ. പിന്നെ 2, അതും പ്രശ്നമില്ല. പിന്നെ 4 അല്ല, കാരണം പിന്നെ പിന്നെ ഇ വരും അവിടെ, കാരണം ഇ എന്ന് പറഞ്ഞാൽ 2.7 ആ, അപ്പോൾ 2 കഴിഞ്ഞാൽ 2.7 അല്ലേ വരേണ്ടത്. പിന്നെ 3.14 പൈ വരും, പിന്നെയാണ് 4 വരിക. മറ്റൊന്ന്, ഇതിനെയാണ് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതേണ്ടത്. അതെന്താ പ്രശ്നം, എല്ലാ ആളുകളെയും ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ a/b. അവിടെ ബി വലുതാകുന്തോറും സംഖ്യ ചെറുതാവും അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ആളാ 4, അയാൾ താഴെ വരുമ്പോഴായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ 1/4 ആണ് ഏറ്റവും ചെറുത്. പിന്നെ 1/π, പിന്നെ 1/e, പിന്നെ 1/2, പിന്നെ 1/√3, പിന്നെ 1/√2 അല്ലേ. പിന്നെ 1/1, അതാ 1 ആണ് അപ്പോൾ ഇതിൽ ഏറ്റവും വലുത്. 1/4 ആണ് ഇതിൽ ഏറ്റവും ചെറുത്. അപ്പോൾ ചെറുതെന്ന് വലുതിലേക്ക്. ക്ലിയർ അല്ലേ? ഭയങ്കര സിമ്പിൾ അല്ലേ? ഡൗട്ടില്ലാന്ന് വിചാരിക്കട്ടെ. അങ്ങനെ 2 ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തിൽ, സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബ് എന്ന് പറയുന്ന ഏരിയയിൽ. അതിൽ ഡെസിമൽ പോയിന്റുകൾ മാറ്റുന്നതിൽ നമുക്കൊരു ബേസിക് നോളേജ് ഭയങ്കരമായിട്ട് വേണ്ടതുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 2, 3, 4, 234 എന്ന് പറഞ്ഞ സംഖ്യ. ഈ നമുക്ക് വേണമെങ്കിൽ 23.4 × 10⁻1 എഴുതാം. എന്താ ഇപ്പോൾ ചെയ്തത്, ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറ്റി, ഒരു ഡെസിമൽ ഇങ്ങോട്ട് മാറ്റി. ഒരു ഡെസിമൽ ഇങ്ങോട്ട് മാറ്റുമ്പോൾ 10 പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ആൻസർ 234 തന്നെയാണ്, കാരണം 10 വരുമ്പോൾ 0.4 അങ്ങോട്ട് മാറും, 234 കിട്ടും. വേണമെങ്കിൽ എനിക്ക് ഇതിനെ മറ്റൊരു രൂപത്തിൽ എഴുതാം. എങ്ങനെയാണത്, 234ന്റെ കൂടെ ഞാനൊരു 0 ഇട്ട് കൊടുത്ത്, വെറുതെ ഒരു 0 ഇട്ട് കൊടുത്താൽ 10 പവർ -1 കൊടുക്കണം. കാരണം ഈ -1ന്റെ അർത്ഥം ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമെന്നാണ്. അപ്പോൾ 0ന്റെ ഇപ്പുറത്ത് പോയിന്റ് ഇട്ടാൽ ആൻസർ 234 കിട്ടും. അപ്പോൾ ഈ ഡെസിമൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് നിങ്ങൾക്കറിയാം, ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 12400 ആങ്സ്ട്രം നാനോമീറ്ററിലേക്ക് മാറ്റാനാണ് പറയണത്. എന്താ ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 12400 × 10 പവർ -10 അല്ലേ, -10.
-10 മീറ്ററിനെയാണ് ആങ്സ്ട്രോം എന്ന് വിളിക്കുന്നത്. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 12400 ഇൻറ്റു 10⁻⁹ ഫോമിലേക്ക് അത് വരണം, എന്നാലും നാനോമീറ്റർ കൊടുക്കാൻ പറ്റൂ. -10 ആയാൽ അത് ആങ്സ്ട്രോം ആണ്, അത് ഓക്കെയാണ്. റെഡി അല്ലേ? -9 ആക്കാൻ എന്താ ചെയ്യുക? -9 ആക്കാൻ ചെയ്യുന്ന പരിപാടി 124 നോക്കിക്കോട്ടോ. ഇവിടെ ഇത് -9 ആയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു സ്ഥാനം ഓൾറെഡി ഇങ്ങോട്ട് മാറിയെന്നാണ്. ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറ്റണം എന്നാണ്. -10 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റണം എന്നാണ് 10⁻⁹ അർത്ഥം. കുറച്ചും കൂടി നന്നായി മനസ്സിലാകാൻ വേണ്ടി വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാം. 12400 ഡിവൈഡഡ് ബൈ മേലെയുള്ള 10⁻⁻10 താഴെ വരുമ്പോൾ എന്താവും? 10⁻10 ആവും. -10 താഴേക്ക് ഇറങ്ങുമ്പോൾ 10⁻+10 ആവും. നമ്മൾ എക്സ്പോണൻസ് പറയുമ്പോൾ അത് കുറച്ചുകൂടി പറയാം, a⁻b a⁻c ഒക്കെ പറയുമ്പോൾ. എന്തായാലും മേലെയുള്ള -10 താഴെ ഇറങ്ങുമ്പോൾ -10 ആവും. ഇതിൽ ഒരു 0യും 10⁻10 വെട്ടിയാൽ 10⁻9 ഉണ്ടാവുക ബാക്കി. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ 10⁻10 10 ഉണ്ടായിരുന്നു, അതിൽ ഒരു 10 പോയി, അപ്പോൾ 10⁻9 ബാക്കി. അതിന് മേലേക്ക് എടുത്താൽ എന്താ കിട്ടുക? 1240 ഇൻറ്റു 10⁻⁻9 കിട്ടും. ഇത്രയും മീറ്റർ. ഇതിനെയാണ് -9 മീറ്ററിനെയാണ് നമ്മൾ നാനോമീറ്റർ എന്ന് പറയുന്നത്. എന്തുവാ? നാനോമീറ്റർ. അപ്പോൾ ക്ലിയർ ആണ്. 12400 ആങ്സ്ട്രോം ഇൻറ്റു നാനോമീറ്റർ ആക്കാൻ പറഞ്ഞാൽ ഒറ്റ 0 കളഞ്ഞാൽ മതി. ആ 0 കളയുന്നതിന്റെ കാരണം 10⁻⁻10 10⁻⁻9 ആക്കണം. അങ്ങനെയാണ് നമ്മളൊരു 0 കളഞ്ഞത്. റെഡിയാണെന്ന് വിചാരിക്കുന്നു. 5.398 ഇൻറ്റു 10⁻⁻10 മീറ്റർ. ഓക്കെ, 5.398 ഇൻറ്റു 10⁻⁻10 മീറ്റർ. ഞാൻ എഴുതാം 5.398 ഇൻറ്റു 10⁻⁻10 മീറ്റർ. റെഡി? ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തിലേക്ക് ആക്കാൻ പറഞ്ഞത്? ഇത് നാനോമീറ്ററിലേക്ക് തന്നെയാണ് ആക്കാൻ പറഞ്ഞത് അല്ലേ? ഓക്കെ, നാനോമീറ്ററിലേക്ക് ആക്കണമെങ്കിൽ എന്താ? -9 വരണം. -9 വരണം. ഇവിടെ 10⁻⁻10 -10 -9 ആക്കാൻ ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ 0.5399 ഇൻറ്റു 10⁻�9 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് 0.5399 യെസ് ഓക്കെ 0.5399 നാനോമീറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യനും തീർന്ന്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. 5.2 മൈക്രോമീറ്റർ 5.2 മൈക്രോമീറ്റർ ഇൻറ്റു മില്ലിമീറ്റർ. എന്താ ഈ മൈക്രോ എന്ന് പറഞ്ഞാൽ 5.2 ഇൻറ്റു 10⁻⁻6 എന്നാണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ -6 ആണ്. -6 മീറ്റർ. അതിന് മില്ലിമീറ്റർ ആക്കണം അല്ലേ? മില്ലിമീറ്റർ ആക്കണമെങ്കിൽ ഇത് -3 ആവണം. അപ്പം -3 അതിന് പോകണം. അപ്പം ഒരു സ്ഥാനം 2 സ്ഥാനം 3 സ്ഥാനം മാറ്റണം. അപ്പം എങ്ങനെ ഉണ്ടാവും? 0.0052 എന്ന് വരും. കണ്ടോ? ഇവിടെ ആയിരുന്ന ആളെ 1 2 3 സ്ഥാനം മാറ്റി. ഓക്കെ അല്ലേ? ഇപ്പോൾ 10⁻⁻3 മീറ്റർ ആയി. അപ്പോൾ 0.0052 മില്ലിമീറ്റർ എന്ന് വരും. -3 മീറ്റർ എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ ആണ്. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് കാൽക്കുലേഷൻ്റെ കൺവേർഷൻ ഉള്ളത്. 8.31 നാനോമീറ്റർ ഇൻറ്റു കിലോമീറ്റർ. നാനോമീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റണം. എന്താ ചെയ്യുക? 8.31 ഇൻറ്റു 10⁻⁻9 മീറ്റർ. ഇതാണല്ലോ പരിപാടി. 10⁻⁻9. ഇത് ഭയങ്കര ചൊറയാണ്. നല്ല പണിയെടുക്കണം. എത്ര സ്ഥാനം മാറ്റണം? ഓൾറെഡി 9 സ്ഥാനം മാറി. ഈ -9 പോണം. പിന്നെ ഒരു 3 സ്ഥാനം കൂടി മാറിയിട്ട് 10⁻3 വരണം. അപ്പം എങ്ങനെ ഉണ്ടാവും? 0.1 2 3 4 5 6 7 പിന്നെ 8 831. നോക്കൂ, ഇത് റെഡിയായില്ല. കാരണം ഇപ്പം -9 പോയി. കാരണം എന്താ? 9 സ്ഥാനം ഞാൻ ഇത് ഇങ്ങോട്ട് മാറ്റി. 1 മാറ്റി 2 3 4 കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന ആളെ 1 2 3 4 5 6 7 8 9 അത്രയും മാറ്റിയാൽ ഇത് മീറ്ററിലായി. എനിക്ക് വേണ്ടത് കിലോമീറ്ററിലാണ്. അപ്പം ഞാൻ ഈ സീറോകളുടെ കൂടെ 0.00000000ൻ്റെ കൂടെ ഒരു 000 ഒരു 3 കൂടി ചേർത്ത് 831 അത്രയും സ്ഥാനം ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇൻറ്റു 10⁻3 വരണം. കാരണം -9 ഉള്ളതുകൊണ്ടാണ് 9 സ്ഥാനം മാറ്റിയത്. പിന്നെ വെറുതെ 3 പൂജ്യം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പുറത്തെ 10⁻3 കൊടുക്കണം. അങ്ങനെ ആയാലേ ബാലൻസ് ആവൂ അല്ലേ? ഇപ്പുറത്തേക്ക് 3 വെറുതെ പൂജ്യം ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ 10⁻3 വരണം. ഇപ്പുറത്തേക്ക് 3 വെറുതെ സ്ഥാനങ്ങൾ മാറ്റുമ്പോൾ 10⁻3 വരണം.
ആ 10⁻³ നമുക്ക് അത്രയും മീറ്റർ നമുക്ക് കിലോമീറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ ഇത്രയും ഇൻറ്റു കിലോമീറ്റർ. കാണുന്നില്ല അല്ലേ? ഇത്രയും ഇൻറ്റു കിലോമീറ്റർ. റെഡി അല്ലേ? ഇത്രയും ഇൻറ്റു കിലോമീറ്റർ. അത് ഞാനൊന്ന് ഇങ്ങോട്ട് താഴേക്ക് മാറ്റാം കേട്ടോ. സോറി, ഇതെന്നെ മറിഞ്ഞിട്ട് കാണുന്നില്ല. ഇവിടെ ഉണ്ട്, കണ്ടോ? ഇത്രയും 2 കിലോമീറ്റർ. ഇനി സ്ലൈഡ് കിട്ടുമ്പോൾ നോക്കിയാൽ മതി, സ്ലൈഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സംഭവ കാര്യമൊന്നുമല്ല. കണ്ടോ? 0.000 12 പൂജ്യം വേണ്ടി വരും. 9 പിന്നെ 3 വേണ്ടി വരും. 9 എന്തിനാ? -9 മാറ്റാനാണ്. നിങ്ങൾക്ക് റെഡിയാണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു സാധനത്തിലേക്ക് ഒന്ന് മൂവ് ചെയ്ത് പോവാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ax² + bx + c = 0 ഫോമിൽ വരുന്ന ഇക്വേഷൻസിനെ നമുക്ക് 2 തരത്തിൽ സോൾവ് ചെയ്യാം. ഒന്ന് മെത്തേഡ് 1 എന്താ? ഫാക്ടോറിയൽ മെത്തേഡ്. അതായത് കൂട്ടിയാൽ b കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ c കിട്ടണം. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടല്ലേ? മെത്തേഡ് 1. ഞാനതൊക്കെ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് തിയറി ഫിസിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ തിയറി ജസ്റ്റ് പഠിക്കാന്നേ ഉള്ളൂ, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെയുള്ള മെത്തേഡാണ് എന്ത്? എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ -b ± √b² - 4ac / 2a. ഇതിലാരാ ഈ -b? ഇത് അവിടെ ഉണ്ടല്ലോ b. ആരാ b²? ഇതാ b². ആരാ 4ac? ഏതാ? c /2a ഏതാ? എല്ലാവരും ഉണ്ട്. നേരെ കൊടുത്താൽ മതി. ഈ ഇക്വേഷൻ്റെ ജനറൽ ഫോം അറിയാമെങ്കിൽ ഒന്നും നോക്കാനില്ല. ഞാനിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു ക്വസ്റ്റ്യനിൽ x² + 5x + 6 നോക്കിയാൽ മനസ്സിലാവും 2ഉം 3ഉം ആണ് ആ സംഖ്യകൾ. 2ഉം 3ഉം കൂട്ടിയാൽ 5 ആണ്, 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആണ്. അങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് x+2 × x+3 = 0 എന്ന് എഴുതാം. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. അങ്ങനെ 0 വരണമെങ്കിൽ ഒന്നുകിൽ x+2 0 ആവണം, അപ്പോൾ x -2 ആവണം, അല്ലെങ്കിൽ x+3 0 ആവണം, അപ്പോൾ x -3 ആവണം. ഇതന്നെയാണോ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ഇട്ടാലും കിട്ടുക? ഒന്ന് ജസ്റ്റ് നോക്കാം അല്ലേ? മെത്തേഡുകൾ നോക്കാലോ. x = -b. ആരാ ഇവിടുത്തെ b? ഇവിടുത്തെ b ആരാന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇവിടുത്തെ b 3 ആണ്, a 1 ആണ്. x² കൂടെ ആരും ഇല്ലല്ലോ, അപ്പോൾ a 1. ഇവിടുത്തെ c 6 ആണ്. റെഡി അല്ലേ? അപ്പോൾ x = -b -5 ± √b². b² എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ 25. b². b3യോ b5? b² - 4 × a ആരാ? a 1. cയോ? c 6. അപ്പോൾ /2a. a പറഞ്ഞാൽ 1. അപ്പോൾ ആൻസർ എന്താ കിട്ടിയേ? -5 ± 25 ന്ന് 6 4 24. 25 ന്ന് 24 കുറച്ചാൽ എത്ര കിട്ടാ? 25 ന്ന് 24 കുറച്ചാൽ എത്ര കിട്ടാ? 1 / 2 അല്ലേ? -5 + 1/2 ഒന്ന്, -5 - 1/2 മറ്റൊന്ന്. ആരാ -5 + 1/2? -4/2 that is -2. -5 -1 ആരാ? -6/2 that is -3. നോക്കൂ, ഒരേ ആൻസർ കിട്ടുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയ സെയിം ആൻസർ -2 -3. അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് -2 -3. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ ചില സ്ഥലത്തൊക്കെ വരും. അത് സോൾവ് ചെയ്യാൻ നമുക്ക് അറിയേണ്ടി വരും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. സോൾവ് ദ ഇക്വേഷൻ 10x² - 27x + 5 = 0. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഇതിൽ a 10 ആണെന്നറിയാം, b ഇവിടെ 27 അല്ല -27 cയോ 5 അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, x കാണാൻ എന്താ ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്താൽ 27, ആഡ് ചെയ്താൽ 27 കിട്ടുന്ന, മൾട്ടിപ്ലൈ ചെയ്താൽ 5 കിട്ടുന്ന ആൾക്കാരൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഫാക്ടോറിയൽ മെത്തേഡ് നടക്കൂല. ഫാക്ടോറിയൽ മെത്തേഡ് നടക്കൂലെങ്കിൽ -b ± √b² - 4ac -b ± √b² - 4ac /2a. അപ്ലൈ ചെയ്ത് നോക്കാം എന്താ ആവാ നോക്കാലോ. ആരാ -b? -27. അപ്പോൾ തന്നെ മൈനസ് പോയി. +/- റൂട്ടിനുള്ളിൽ ആരാ ഉള്ളത്? b². b² എന്ന് പറഞ്ഞാൽ 27ന്റെ സ്ക്വയർ. 27ന്റെ സ്ക്വയർ 729. -4 × a ആരാ? a പറഞ്ഞാൽ 10. ആരാ? c 5 / 2a. അപ്പോൾ എന്താ കിട്ടിയേ? -27 +27 ആണ്. +/- 729 4×5 = 20.
729 200 പോയാൽ 529. റൂട്ട് 529 ഡിവൈഡഡ് ബൈ 2a. എ ആരാ 10. അപ്പൊ 2a പറഞ്ഞാൽ 20. അപ്പൊ 27 പ്ലസ് ഓർ മൈനസ് 529 എന്ന് പറഞ്ഞാൽ 23ന്റെ റൂട്ടാ ഡിവൈഡഡ് ബൈ 20. അപ്പൊ രണ്ട് ആൻസർ. ഒന്നുകിൽ 27 പ്ലസ് ഓർ മൈനസ് 27 പ്ലസ് 23 ബൈ 20 എന്ന് പറഞ്ഞാൽ 27 3 30 20 50 ബൈ 20 5/2 ഒരു ആൻസർ. അല്ലെങ്കിലോ 27 പ്ലസ് 23 ബൈ 20ക്ക് പകരം 27 മൈനസ് 23 ബൈ 20 എന്ന് പറഞ്ഞാൽ 4/20 എന്ന് പറഞ്ഞാൽ 1/5. 4/20 പറഞ്ഞാൽ 4ൽ ഒരു 4, 20ൽ 5 4, ഇപ്പോൾ 1/5. ഇങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇതറിയാത്ത ആരും ഇല്ലല്ലോ, ഇത് മനസ്സിലാവാത്ത ആരും പിന്നെ ഉണ്ടാവില്ലല്ലോ. എവിടെയെങ്കിലും ക്വസ്റ്റ്യനിൽ എപ്പോഴെങ്കിലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വന്നാൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. ഇമ്പോർട്ടൻറ്റ് ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ്. ഓക്കെ ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നത് തന്നെയാണിത്. a+b² എന്താ എല്ലാവരും പറഞ്ഞു നോക്ക്. a² + 2ab + b². ഞാനും പറഞ്ഞു നോക്കി, അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു നോക്കാനൊക്കെ പറയുന്നത്. ഈ ഇത്രയും ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് കുറേ ആയി. ആരാ a-b² a² മൈനസ് 2ab + b². ആരാ a² മൈനസ് b²? a+b ഇൻറ്റു a-b. a+b ഇൻറ്റു a-b. ഇനി ആരാണ് a+b⁴? അത് a³ പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b³ എന്ന് പറഞ്ഞാൽ a³ ഉണ്ട് b³ ഉണ്ട്. രണ്ട് ടൈമിലും കോമൺ ആയിട്ട് 3യും എയും ബിയും ഉണ്ട്. 3യും എയും ബിയും. അപ്പം അതിൽ 3ab പുറത്തെടുത്താൽ ബാക്കി ആരാളുള്ളത്? 3ab പുറത്തെടുത്താൽ ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ 3ab പുറത്തെടുത്താൽ അവിടെ ഒരു ബി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു a+b വരും. a+b ഇതാണ് a+b⁴. ഓക്കെ അല്ലേ? a+b⁴. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയ ഐഡന്റിറ്റീസ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം ക്ലിയർ അല്ലേ നോക്കി നോക്കാം. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഐഡന്റിറ്റി ഉണ്ട്, അതാണ് a-b⁴. അതെന്താണെന്നറിയോ? a³ മൈനസ് b³ മൈനസ് 3ab ഇൻറ്റു a-b എന്നാ വരിക. ഇല്ല മൈനസാ. a³ മൈനസ് b³ മൈനസ് 3ab a³ മൈനസ് b³ മൈനസ് 3ab ഇൻറ്റു a-b എന്നാണ് വരിക. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻറ്റ് ഓൾജിബ്രായിക് ഐഡന്റിറ്റീസ് ആണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. ഇത് എന്താ ഇതുകൊണ്ട് കാര്യം എന്ന് ചോദിച്ചാൽ, ഇവിടെ എൻ്റെ എക്സാമ്പിൾ ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. എനിക്ക് 96 പറഞ്ഞ സംഖ്യേൻ്റെ സ്ക്വയർ കാണും വിചാരിക്കാം. 96 സ്ക്വയർ കാണണം. അപ്പോൾ വിചാരിക്കും അതിന് നേരെ 96ന് 96 ചെയ്താൽ പോലെ ആണ്. പക്ഷേ അതിന് വേറെ എളുപ്പവഴിയുണ്ട്. കാരണം എന്താണെന്നറിയോ? a² മൈനസ് b² എന്ന് പറഞ്ഞാൽ അത് a+b ഇൻറ്റു a-b ആണല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് a² കിട്ടാൻ എന്താ ചെയ്യുക? അത് ഞാൻ ചെയ്യേണ്ടത് b² അപ്പുറത്ത് കൊണ്ടുപോവാം അല്ലേ. അപ്പോൾ a+b അവിടെ ഉണ്ട്, a-bയും ഓൾറെഡി അവിടെ ഉണ്ട്, പ്ലസ് b² അപ്പുറത്ത് വരും. -b² അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് b² ആവും. കൊള്ളാലോ? ഇതെന്താ ഇപ്പോൾ സാർ ഇവിടെ പറയാൻ കാരണം? ശരിക്കും നോക്കിക്കോട്ടോ. 96ന്റെ സ്ക്വയർ എനിക്ക് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? 96 പ്ലസ് 4 ഇൻറ്റു 96 മൈനസ് 4 പ്ലസ് 4² ചെയ്താൽ മതിയാവും. ഇവന് ഭ്രാന്താണ് അങ്ങനെ പറയും നിങ്ങൾ. എന്താ കാരണം? ഇവന് ഭ്രാന്താണ് അങ്ങനെ നിങ്ങൾ പറയും. കാരണം ഇവന് 96 നേരെ ചെയ്താൽ പോരെ അല്ലേ? മതി. ഞാൻ ആ ഇക്വേഷൻ എങ്ങനെ വരുന്നതെന്ന് കാണിക്കുകയാണ്. മാത്രമല്ല ഇത് കുറച്ചുകൂടി എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. കാരണം 96 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 100 96 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 92 പ്ലസ് 4² എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ 92 00 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 9216 ആയിരിക്കും 96ന്റെ സ്ക്വയർ. ഇത് തന്നെയാണ് 96 ഇൻറ്റു 96 ചെയ്താൽ കിട്ടുക 36 അല്ലേ? കറക്റ്റാ? അപ്പം നിങ്ങൾ പറയും ഇത് പ്രശ്നമല്ലേ സാർ, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സ്ക്വയർ നേരെ എടുത്താൽ മതി. ഞാൻ ഐഡന്റിറ്റി വർക്ക് ആവണമെന്ന് കാണിച്ചാണ്. മാത്രമല്ല ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. ഇത് മനസ്സിൽ നന്നായി പതിഞ്ഞ ഒരാൾക്ക്
കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. 98ൻ്റെ സ്ക്വയർ കാണണം വിചാരിക്കുക. അയാൾ എന്ത് ചെയ്യും? 100 ഇൻറ്റു 96 പ്ലസ് 4 ചെയ്യും. അതെ, ആരാ 100? അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ ഫോർമാറ്റിലേക്ക് മാറ്റിയതാ. അത് ആ സ്റ്റെപ്പ് പക്ഷെ മനസ്സിൽ മുക്കി. എൻട്രൻസ് എന്ന് പറയുന്നത് ടൈമിൻ്റെ ഒരു വാറാണ് അല്ലേ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇൻഡ്യൂട്ടീവ് ആയിട്ട് ഉള്ളിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ കുറേ പുറത്തേക്ക് വരും. അതൊക്കെ കുറേ പഠിച്ചാലാണ് പുറത്തേക്ക് വരിക അല്ലേ. കുറേ പഠിക്കണം. അപ്പോൾ കുറച്ച് ഐഡിയകളൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ നന്നായി പഠിച്ച് അടിപൊളിയാകുമ്പോൾ എല്ലാ ട്രിക്ക് ഉപയോഗിക്കാനൊക്കെ നിങ്ങൾ പഠിക്കും. ഇത് കുറേ ട്രിക്ക് എന്നും പറഞ്ഞോടെ ഇങ്ങനെ എന്താ അവിടെ ചെയ്തത്? 98 പ്ലസ് 2, 98 മൈനസ് 2 പ്ലസ് 2ൻ്റെ സ്ക്വയർ. ഇതേതാ ഫോർമാറ്റ്? എ പ്ലസ് ബി എ മൈനസ് ബി പ്ലസ് ബി സ്ക്വയർ. ഞാൻ ഈ 98നോട് കൂട്ടുന്ന ആൾ 2, 98 കുറക്കുന്ന ആൾ 2 പ്ലസ് ആ 2ൻ്റെ സ്ക്വയർ. എന്താ ഞാൻ ഇവിടെ 2 കൂട്ടിയത്? എന്താ ഇവിടെ 4 കൂട്ടിയത്? ഞാൻ 100ലേക്ക് റൗണ്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഗുണിക്കാൻ സുഖമാണ്, മൈൻഡിൽ തന്നെ ഗുണിക്കുക. 96നോട് 100 ഗുണിച്ചാൽ 9600 അല്ലേ, 9 പ്ലസ് 4 വരും. അപ്പോൾ ആൻസർ 9604 എന്നാണ് വരിക. 98ൻ്റെ സ്ക്വയർ മനസ്സിലായോ? അപ്പോൾ 95ൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 100 ഇൻറ്റു 90 പ്ലസ് 25 ചെയ്താൽ മതി. മനസ്സിലായോ? അത് മനസ്സിലായി എത്ര പേരുണ്ട്? ഞാൻ എന്നെ ക്ലാസ്സിൽ കാണുമ്പോൾ ഒന്ന് പറയണേ. അത് മനസ്സിലായിട്ടുണ്ടായിരുന്നോ? ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് പറയണേ. 95ൻ്റെ സ്ക്വയർ കാണണം. എന്താ ചെയ്ത്? 100 ഇൻറ്റു 90 പ്ലസ് 25. ഏതാ ഇത് ഫോർമാറ്റ്? ഞാൻ ഇത് താഴേക്ക് മാറ്റി ഒന്നും കൂടെ എഴുതി തരാം എല്ലാവർക്കും വേണ്ടിയിട്ട്. എന്താ? 95 പ്ലസ് 5, 95 മൈനസ് 5, 95 മൈനസ് 5 പ്ലസ് 5ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി പ്ലസ് ബി സ്ക്വയർ ഫോമിലായി. അപ്പോൾ സാർ 90 മാത്രം വെച്ച് കളിക്കുന്നത് എന്താ അല്ലേ? അങ്ങനെയല്ല, ഏത് വെച്ച് ചെയ്യുക? 87ൻ്റെ സ്ക്വയർ കാണണം. എന്താ ചെയ്യണ്ടേ? 87ൻ്റെ സ്ക്വയർ ആണ് കാണേണ്ടതെങ്കിൽ 87 90 ആക്കാൻ വേണ്ടി പ്ലസ് 3 ആ വേണ്ടത്. അപ്പോൾ 90 ആയല്ലോ. 87 പ്ലസ് 3, 87 മൈനസ് 3 പ്ലസ് ആ 3ൻ്റെ സ്ക്വയർ. അപ്പോൾ 90 ഇൻറ്റു 87 3 പോയ എത്രയാ? 84 അല്ലേ, പ്ലസ് 9. ഇത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നേരെ കുണിച്ചാൽ പോരെ, എന്തിനാ ഈ പണിയൊക്കെ എടുക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെയാണ്, റെഡി? അപ്രോക്സിമേഷൻസ്, കുറച്ചധികം അപ്രോക്സിമേഷൻസ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബൈനോമിയൽ അപ്രോക്സിമേഷൻസ് അതിനെ പറയാം. ഇത് മാത്സിൽ വിശദമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് ഇതിലൊന്ന് എഫേർട്ട് ഇട്ട് നോക്കാം. 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി അത് 1 പ്ലസ് എൻ എക്സ് ആണ്. ഗ്രാവിറ്റേഷൻ പറഞ്ഞ ചാപ്റ്ററിലൊക്കെ ഡെറിവേഷനിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്തിരുന്നു. 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു n. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു മൈനസ് n എന്താണെന്നറിയോ? അപ്രോക്സിമേറ്റ്ലി കണ്ടോ, ഈക്വൽ ടുക്ക് ഒരു വളവുണ്ട്, ഈക്വൽ ടുക്ക് ഒരു വളവുണ്ട്. അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് 1 മൈനസ് എൻ എക്സ്. എക്സ് ഭയങ്കര ചെറുതാവണം, എക്സ് വെരി വെരി ലെസ് ദാൻ 1 ആവണം. ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ എക്സ് ചെറുതാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തായിരിക്കും 1/1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു n എന്താ കിട്ടുക? 1/1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു n കുറച്ച് കുറയാണേ. കാരണം മേലെ 1 റൈസ് ടു n വരും, താഴെ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു n വരും അല്ലേ, സെറ്റല്ലേ? അപ്പോൾ 1 റൈസ് ടു n, 1 റൈസ് എന്ത് പറഞ്ഞാലും 1 1 റൈസ് ടു എന്ത് പറഞ്ഞാലും 1 1 പവർ എന്ത് വന്നാലും 1 ബൈ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു n. അത് മേലെ വരുമ്പോൾ എന്താ വരിക? പവറുകൾ നമ്മൾ പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നേ ഉള്ളൂ. എന്നാലും പവർ മേലെ വരുമ്പോൾ മൈനസ് ആവും, നിങ്ങൾക്ക് അറിയില്ലേ? 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു മൈനസ് n വരും. അപ്പോൾ ഇറ്റ് ഈസ് 1 മൈനസ് എൻ എക്സ് തന്നെ വരും അപ്രോക്സിമേറ്റ്ലി. കണ്ടോ, ഈ മൈനസ് n ഇവിടെ ഇറങ്ങും, 1 മൈനസ് എൻ എക്സ്. അപ്പോൾ 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു മൈനസ് എന്നും 1/1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു n ഒക്കെ ഒന്നാ. മനസ്സിലായോ? ഇതിൽ വലിയ കാര്യമായിട്ട് മനസ്സിലാക്കണ്ട, ഈ 2 റൂൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വേണമെങ്കിൽ ഒരു കാര്യമായിട്ട് പറഞ്ഞാൽ 1 മൈനസ് എക്സ് ഹോൾ റൈസ് ടു n എന്തായിരിക്കും? അത് 1 മൈനസ് എൻ എക്സ് ആണ് അപ്രോക്സിമേറ്റ്ലി. ഈ n നേരെ ഇട്ട് കൊടുത്താൽ മതി, അതാണ് പരിപാടി. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, 1 മൈനസ് എക്സ് ഹോൾ റൈസ് ടു മൈനസ് എന്നോ? അത് 1 പ്ലസ് എൻ എക്സ് ആ അപ്രോക്സിമേറ്റ്ലി. കാരണം ഈ മൈനസ് എന്നും മൈനസ് കൂടി ഈ മൈനസ് കൂടി പ്ലസ് ആവും. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞേ? 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു n 1 പ്ലസ് എൻ എക്സ്, 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു മൈനസ് n 1 മൈനസ് എൻ എക്സ്, 1 മൈനസ് എക്സ് ഹോൾ റൈസ് ടു n 1 മൈനസ് എൻ എക്സ്, 1 മൈനസ് എക്സ് ഹോൾ റൈസ് ടു മൈനസ് n 1 പ്ലസ് എൻ എക്സ്. ഇത് താഴെ വരുമ്പോൾ മേലേക്ക് വന്ന് ഈ പരിപാടി മനസ്സിലായില്ല. ഞാനൊരു എക്സാമ്പിളായിട്ട് ചെയ്തതാട്ടോ, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ചെയ്തതാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ പറഞ്ഞതെന്നൊക്കെ മനസ്സിലാവും. ശരി, ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ. 2ൻ്റെ സ്ക്വയർ ഒക്കെ കാണാൻ പറഞ്ഞാൽ എന്ത് എളുപ്പമാണ്? 4ൻ്റെ സ്ക്വയർ.
നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ 23ന്റെ സ്ക്വയർ, വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എന്താ 27ന്റെ സ്ക്വയർ ഒക്കെ എടുത്ത്. പക്ഷെ ഇത് എന്ത് വൃത്തിയുടെ സാധനം, 1.0005ന്റെ സ്ക്വയർ, സ്ക്വയറും അല്ല റേസ് ടു 5 മോനെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ നമ്മൾ ചെയ്യുന്നത് 1 + 0.005 ആണല്ലോ. 1.005 1നോട് 0.0005 കൂട്ടുന്നതാണല്ലോ അല്ലേ. 3 0 പിന്നെ ഒരു 5 കറക്റ്റ് ആണ്. ഓൾ റേസ് ടു 5. ഇത് ഏത് ഫോർമാറ്റിലാ, ഇത് 1 + x ഹോൾ റേസ് ടു n ഫോർമാറ്റിലാ. അത് അപ്രോക്സിമേറ്റ്ലി 1 + nx ആ, 1 + nx ആ. അപ്പം നമുക്ക് 1 + 5 × 0.0005 എന്ന് എഴുതാൻ പറ്റും ഇതിനെ. 5 × 5 25 ആ. പക്ഷേ 5 × 5 25 ആണെങ്കിലും ഇത്ര സാധനം ഉണ്ട്, 1 2 3 4 സാധനം ഉണ്ട് അല്ലേ, 4 സാധനം മാറ്റണം. അപ്പോൾ 25 4 സാധനം മാറ്റണമെങ്കിൽ 1 2 ദയസ്. അപ്പോൾ ആൻസർ 1.0025 എന്ന ആൻസർ കിട്ടുകയാണ്. അപ്പോൾ ചില കുട്ടികൾ പറയുന്നത് എളുപ്പമാണ്, 5 25 എഴുതിയാൽ പോലെ നോക്കുക, അങ്ങനെ തെറ്റിപ്പോട്ടോ. അങ്ങനൊന്നല്ല കിട്ടുന്നത്. നമ്മളിവിടെ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്യായിരുന്നു ചെയ്തത്. ഞാൻ അടുത്ത നോക്കട്ടെ, 1.05 ഓൾ റേസ് ടു -3 എന്ന് പറഞ്ഞാൽ 1 + 0.05 ഓൾ റേസ് ടു -3 ആണിത്. 1.05 എന്ന് പറഞ്ഞാൽ 1 + 0.055 ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 1 - 3 × 0.05 ഏതാ 1 + x ഓൾ റേസ് ടു n -n 1 - nx ആ. ഇവിടുത്തെ n 3 ആ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 1 - 3 5 15 2 സാധനം മാറ്റണം. 0.151 എന്ന് പറക്കണം. അപ്പോൾ 0.85 ആയിരിക്കും ആൻസർ. 1 0.15 പോയാൽ ബാക്കി 0.85. എന്ത് രസം അല്ലേ, കണ്ടാൽ ഭയങ്കര ഭീകരമായിട്ട് തോന്നുന്ന ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ എത്ര എളുപ്പത്തിൽ ചെയ്യുന്നു നോക്കിക്കേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. 0.98 1ന്റെ റൂട്ടൊക്കെ ഓക്കെ, ഇത് 0.98ന്റെ റൂട്ട് എങ്ങനെ കാണും, 0.98ന്റെ റൂട്ട് പണിയുണ്ട്. 0.98 എനിക്ക് എങ്ങനെ എഴുതാം, 0.98 എനിക്ക് എങ്ങനെ എഴുതാം, 1 - 0.02 എന്ന് എഴുതാം അല്ലേ. 1 - 0.02 അതിൻ്റെ റൂട്ടാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ ഓൾ റേസ് ടു 1/2 ആണ്. ആണ്. ഒരു സംഖ്യക്ക് റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യൻ്റെ ഓൾ റേസ് ടു 1/2 എടുക്കുന്ന പോലെയാ. 0.98 ഞാൻ ഇങ്ങനെ മാറ്റി എഴുതി, 1 - 0.0 അല്ലേ, കറക്റ്റ് അല്ലേ. 1.00 എന്ന് 0.02 കുറച്ചാൽ 10 ന്ന് 2 ആയ 8, ഇവിടെ ഒരു 9 9.98 കറക്റ്റാ, 0.98. ഇനി എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയില്ലേ, 1 - x ഓൾ റേസ് ടു n എന്താ, 1 - x ഓൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ nx, എന്നാരാ 1/2 × 0.02 കൊള്ളാം. 1/2 × 0.02 ഇതിനെ വെട്ടിയാൽ 0.02ന്റെ പകുതി എത്രയാ, 0.01. അപ്പോൾ ആൻസർ എന്താ, 1 - 0.01. അത് മനസ്സിലാകാത്തവരുടെ നോക്കേ, 1 - 0.01 മനസ്സിലാകാത്തവരുടെ നോക്കേ, 1.00 - 0.01. അപ്പോൾ ആൻസർ ഇങ്ങനെ കൊടുത്ത് വന്നാൽ 1 ഇവിടെ കൊടുത്താൽ ഇവിടെ 10 ആവും, അവിടെ നിന്ന് കൊടുത്താൽ 10 ആവും. 10 ന്ന് 1 പോയാൽ 9, ഇവിടെ 9 0.99 ആണ് കിട്ടുക. 0.99 ആണ് 0.98ന്റെ റൂട്ട്. മനസ്സിലായോ, 0.98ന്റെ റൂട്ട് 0.99 ആണ് എന്ന് നമ്മൾ ഈ അപ്രോക്സിമേഷൻ വഴി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറേ സ്ഥലങ്ങളിൽ ഉപകാരപ്പെടും. മാത്സിൽ ഈ സാധനങ്ങളൊക്കെ വരുമ്പോൾ അങ്ങാടി കണ്ട പരിചയം പോലും കാണിക്കാതിരിക്കരുത്. നമ്മൾ ഫിനിഷിംഗ് സ്കൂളിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങാടി കണ്ട പരിചയം പോലും കാണിക്കാതിരിക്കരുത്. റെഡി? ഇനി ഞങ്ങളോട് ചോദിക്കട്ടെ, 1/1.003 ദി ഹോൾ സ്ക്വയർ എന്താ, 1/1.003 ദി ഹോൾ സ്ക്വയർ. ശ്രദ്ധിച്ചോണേ, അവിടെ നമുക്ക് ഒരു ചെറിയ പരിപാടി ആദ്യമേ ചെയ്യാം. 1.003നെ മേലേക്ക് എടുക്കാം, ഓൾ റേസ് ടു -2. ഇനി നമുക്ക് 1 പ്ലസ് അല്ലേ, 1 പ്ലസ് എന്ന് കാണുന്നില്ലേ, SS എന്ന് കാണുന്നുണ്ട്, 1 പ്ലസ് 0.003 അങ്ങനെ കൊടുക്കാലോ, ഓൾ റേസ് ടു -2 കൊടുക്കാലോ. 1.003 ഓൾ റേസ് ടു -2. ഇനി നമുക്ക് 1 - nx, 1 പ്ലസ് x ഓൾ റേസ് ടു -n, 1 - nx. അപ്പോൾ 1 - 2 × 0.003. ആൻസർ 1 - 2 3 6, 3 സാധനം മാറ്റണം, 0 0 പോയിന്റ്. അപ്പോൾ 0.006 1 എന്ന് കുറക്കണം.
1 എന്ന് പറഞ്ഞാൽ 1.000 ആണ്. അതിന് 0.006 കുറക്കണം. അപ്പം ഇങ്ങനെ വന്ന് 10 4 6 പോയാൽ 4 9.994 എന്നാണ് ആൻസർ കിട്ടുന്നത്. 0.994. അത്ര പണിയൊന്നുമില്ല കേട്ടോ. ഞാൻ എക്സ്പ്രഷനൊക്കെ ഇട്ടാൽ വിചാരിക്കും ഇത് ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും. നോ ഈസി. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ 3 ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചെന്ന്. അപ്രോക്സിമേഷൻസ് എന്തിനാണ് പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 3 ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്.